ഇതാട്ടെ ക്യാമറ ഇതുണ്ടോ? ഓ ഇതോ. യെസ്. ടോണി ചേട്ടന് ബിസ്ക്കറ്റ് ഫീഡ് ചെയ്യാൻ കൊച്ചിന് വേണ്ടി കുഞ്ഞാ കഴിക്കട്ടോ. കുഞ്ഞാക്ക് വെള്ളം വേണ്ടേ? വെള്ളം വലിയ കുഞ്ഞാവേ വടിയിലിരിക്കണേ. അതിനുള്ളത് താഴെ പ്രായം വെച്ചു, പക്ഷെ ബോധം വെച്ചില്ല. ടോണി ചേട്ടൻ ഇങ്ങനെ പറയാൻ പറ്റും. ഭാര്യയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഭാര്യ അതല്ലേ അങ്ങനെ നിർദ്ദേശിച്ചു. ഇലക്ട്രിക് വണ്ടിക്കാരൻ മറ്റേ കാർബൺ ഡൈ ഹൈഡ്രജൻ മഞ്ചോട്ടിലോ മഞ്ചോട്ടിലോ മഞ്ചു ഹോട്ടൽ. ഈ പള്ളിയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സൈഡിൽ സ്വിച്ച് ഉണ്ട്. ഇത് ഓണാ, കൈ കയറി വെക്കരുത്. ഓണാന്ന് പള്ളിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഓണാണത്. ഓണാ, ഞാൻ ഓണാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എവിടെയോ 2-3 അങ്ങനെ ഞങ്ങൾ വൈക്കം കോലോത്തും കടവിലേക്ക് മീൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ചരണയുണ്ട്, ഉണ്ണിക്കുട്ടനുണ്ട്, ഞാനുണ്ട്, ടോണിയുണ്ട്, എബിനുണ്ട്, ആരോമനുണ്ട്. ഈ പട്ടി ചന്തക്ക് പോയിട്ടുണ്ടോ? ബിസ്ക്കറ്റ് തീരും. അതെ, നമ്മൾ എന്തിനാ പോന്നേ? ആ ശരി. അപ്പൊ നിനക്ക് ഇതുവരെ അറിയത്തില്ല നമ്മൾ എന്തിനാ പോണേ? നമ്മള് വായിക്കത്ത് കോലോത്തും കടവിൽ മുട്ട മീൻ മേടിക്കാൻ പോകണം. അവിടെ വില കുറച്ച് മീൻ കിട്ടും. സ്രാവ്, ചെറിയ സ്രാവ്, ചെറിയ തെരണ്ടി, പൂമീൻ, നെയ്മീൻ എല്ലാം വൻ വിലക്കുറവിൽ കിട്ടുന്ന ഒരു വട്ടം അതെ, ഒരേ ഒരു വാട്ടി തന്നെ ഫുഡ്. അവനാണ് ബിസ്ക്കറ്റ് കൊടുക്കാൻ പുള്ളി കലിപ്പോയി. കയ്യൊക്കെ ഒഴിച്ചു പോയി. അവനെ വെള്ളം കൂടെ എടുത്തു കൊടുത്തേ. എടാ ഇവനെ ആ ബിസ്ക്കറ്റ് ഇറങ്ങി പോയല്ല. അത് ഒരു സിപ്പ് വെള്ളം കൂടെ കൊടുത്തേക്കാം. ഈ സാധനം മുട്ടിച്ചാൽ മതി. ഇപ്പോഴും കൊച്ചുങ്ങളെ നോക്കാനുള്ള പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ഞങ്ങള്. കൊച്ചുങ്ങളല്ല കഴിക്കുന്നത്. 3 അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാരായിരിക്കുന്നത്. പിള്ളേരെ നന്നായിട്ട് നോക്കും. നിങ്ങൾക്ക് ഉടനെ കല്യാണാലോചന വന്നോളും കേട്ടോ. ഇത്ര വലിയ ചതിയാണ് വീട്ടിൽ. നമ്മളിപ്പോ ഒരു പെമ്പിളരാണ്. നമ്മള് തിരക്ക് പണ്ടേ വീട്ടുകാർ വന്നത്. ആമ്പിള്ളേരായോണ്ട് ഒരു പട്ടി പോലും വന്ന് ചോദിച്ചില്ല. വീട്ടിൽ ഞാൻ അമ്മയോട് ചുമ്മാ ചോദിച്ചു, ഉപ്പ് വരുന്നല്ല നിന്നെ പറ്റിയായിരുന്നു ചോദിക്കാറ്. ക്യാമറ ഓണല്ലേ? നീ സത്യസന്ധനായത് കാരണം നിനക്ക് വന്നോളൂടാ. ഗ്രാമവണ്ടി ഓടുന്ന സിറ്റി കൂടെ നമ്മളങ്ങോട്ടുള്ള വണ്ടി ആണല്ലേ? മീനൊക്കെ മേടിച്ച് കൊടുത്തിടാൻ പറയാലോ. ഇവിടെ മറ്റൊന്ന് കയറി പോകും. മലപ്പുറമിൽ നിന്ന് അപ്പുറത്ത് കയറി കല്ലറ കയറിയിട്ട് മുടിയും നല്ല സുഖം. AC ഉണ്ടല്ലോ. ഞാൻ എന്നെ കാണിക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഹായ് ഹായ്, നല്ല തണൽ മരങ്ങള്. പൊങ്ങിപ്പോയി. ബ്രേക്ക് പിടിച്ച് ഓഫാക്കി. മേലത്തെ സ്വിച്ച് ഓഫ്. ചേർത്തലൊക്കെ ഉള്ള വണ്ടിയാണ്. ലോഡ് കൂടെടുക്കാൻ കൂടിയതാണ്. ഇപ്പൊ 2ാമത്തെ ലോഡായി. അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞു ഒറ്റ ദിവസം 8,000 സാലറി
പെരിയാറോ? പെരിയാറോ? മ്യൂസിയം സ്റ്റാലിനൊക്കെ ആ വാടാ മോനെ ആ മോനെ നിന്റെ വായി വന്നു നന്നായി. നമുക്ക് ഇവിടുന്ന് ഇതല്ലേ ഈ ഓട്ടോ സ്റ്റാൻഡിന്റെ അതിലെ നേരല്ലേ തന്തേ പെരിയാർ? നേരോ ഇവിടെ നമുക്ക് കയറി കാണാൻ പറ്റൂടാ? മറ്റു കുറച്ച് തമിഴ് പറയണമെന്നുണ്ട്. ഉള്ള വിടങ്ക അത് കാണാൻ വേണ്ടി അവർ 2 വർഷത്തേക്കാണ് നമ്മുടെ തമിഴ്നാട് സർക്കാരിന്റെ സ്ഥലമാണ്. ആണല്ലേ? പൈസ ഗവൺമെന്റ് കൊടുത്തല്ലേ? അവരെല്ലാ വർഷവും വരാറുണ്ടല്ലോ. അത് തന്നെയല്ലേ 2 ബസ്സാണ് കിട്ടുന്നത്. എനിക്ക് അതിന്റെ അകത്ത് കയറി അങ്ങനെ കോലോത്തും കടവരോട് അടുക്കുകയാണ്. വൈക്കം സെൻട്രലിൽ എത്തിയിട്ടുണ്ട് നമ്മള്. നിനക്ക് അറിയത്തില്ലേ? KSRTC അപ്പുറത്താണെന്നാണ് ഓർമ്മ. കടവെന്ന് ചോദിക്കാം. ഏത് ബസ് ഏതാന്ന് ചോദിക്കാം. ഈ പുള്ളി ചോദിച്ചാലോ? നേരോട്ടോ ഏകദേശം ഈ വഴിയാണോ? ഈ വഴിയല്ല KSRTC സൈഡ്. ആട്ടോ ചേട്ടന്മാരോട് ചോദിക്കാം. അവർക്കേ വഴി അറിയാം. ആ ശരിയാ. പീറ്റേഴ്സൺ കെവിൻ പീറ്റേഴ്സൺ. ഇതല്ല KSRTC. KSRTC അപ്പുറം. ഇത് KSRTC. ഓക്സിജൻ തുണിക്കടയല്ലേ? ഇവിടെ എവിടെയോ ഒരു വഴി കൂടെ ആവുന്നു. ഇത് KSRTC സ്റ്റാൻഡിലുള്ള വഴി. ഇതിനപ്പുറത്ത് വഴിയൊക്കെ നോക്കണം. ആദ്യം ഇവിടെ വഴി അറിയില്ല, വഴി ചോദിക്കാൻ ഇറങ്ങല്ലേ? എന്റെ കുഞ്ഞ് പേപ്പന്റെ മടി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പാവം പേപ്പനും കുഞ്ഞും അങ്ങനെ ഉറങ്ങി പാവമുണ്ട്. അതാ ഞാൻ അങ്ങോട്ടൊക്കെ കൊടുത്തത്. ഇങ്ങനെ പിടിക്കണം അല്ലേ? ടൈമിംഗ് ഉണ്ടോ? ഇതിന്നുണ്ടോ? വലിച്ചെടുക്കുവാൻ എവിടെയെങ്കിലും മറ്റേ പാർക്കിംഗ് ഉണ്ട്. ഫാൻ പാർക്കുണ്ടോ? ഫാൻ പാർക്ക് എന്നാ പിന്നെ അവിടെ ഇടാലോ. ഇവിടെ അടിക്കടിക്ക് വീടുകളാണ്. ഇതിലൊക്കെ വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ ആകപ്പെടും. വണ്ടി പോണത് വലിയ വണ്ടികൾ, ലോറികൾ, ഒറ്റ വണ്ടി. ഇവിടെ ജയിക്കാരൻ നമ്മൾ ആ അമ്മയുടെ വാങ്ങിക്കായിരുന്നു. ഏത് വെയിറ്റ് പറയും, ഇതിൻ്റെ കാലം വെയിറ്റ് പറയും. അതിനൊക്കെ നല്ലത് പയ്യന്മാരാ. നീ ഇവിടുന്ന് ചോദിക്കാല്ലേ? ചേച്ചി കോലോത്തും കൂടെ അങ്ങോട്ടാന്നറിയാം. ഇടത്തേക്കല്ലേ? താന വല്ല ആണാവോ? അത് സജീവ് നല്ലതാണ്. നമ്മുടെ ഗേറ്റ് എവിടെ ഇവിടെ ഇട്ടാലോ? നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ ഇടാം. ഇവിടെ പേമ്പർക്ക് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകണം. പേമ്പർക്ക് അമ്മ നോക്കണം. ഈ വഴി വല്ലതും ഇപ്പം ഇറങ്ങല്ലേ? പുറകോട്ട് റോഡ് എടുത്തിട്ട് നമുക്ക് ബൈക്കിൽ അല്ല അവിടെ കാണാൻ ഞാൻ നോക്കട്ടെ. ഓ മൈ ഗോഡ്, നല്ല വെയിലാണ്. ഇല്ല അവൻ്റെ മുഖത്തിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമില്ല. അന്നേരത്തേക്ക് ഉണ്ണിക്കോട്ടാണ് ഉറങ്ങിപ്പോയി. പക്ഷെ നന്നായി മൂട്ടിഞ്ഞ വെയിലാണ്, ഒരു രക്ഷയില്ല. ആ കോലോത്തും കടവ്.
അത് സാരല്ല റോണി, വാ നമുക്ക് ഇവിടെ നല്ല തിരുത്താം. അപ്പം അങ്ങോട്ടോ അതെ, അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ തണലുണ്ട്. മീൻ മാത്രമല്ല അവിടെ ഇഷ്ടംപോലെ നല്ല പച്ചക്കറി ഉണ്ട്. ഇതിൻ്റെ പാർക്കിങ് മാത്രമേ പ്രശ്നമാണ്. ഒരു ഫാൻ പാർക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് വണ്ടികൾ വന്നു ചെയ്യുന്ന ഇത് കേട്ടില്ലേ, റോഡ് കിടക്കാനില്ലേ. ഒരു കടൽ തീരത്തിൻ്റെ പ്രതീതിയുണ്ട്. എവിടെ തണലുണ്ട് ഇതോ. അയ്യോ കാക്ക ഉണ്ടല്ലോ. എടി ഇങ്ങോട്ട് പോര്. ഇവിടെ ഞങ്ങളിപ്പോൾ വരാം കേട്ടോ. ഇന്ന് കുട കിട്ടിയായിരുന്നു. ഇന്ന് വെള്ളം വേണം മേടിച്ച് കുടിക്കും. ഇല്ലേ അവിടുന്ന് വെള്ളം വേണം മേടിച്ച് കുടിക്കും. എന്നിട്ട് അവിടെ വരുന്നു, ആ കസര വരുന്നു. എന്നിട്ട് എടാ നീ ഇപ്പം വെള്ളം കുടിക്കണ്ടോ? ചേച്ചി ഇത് ഇവിടുത്തെ ആളല്ലേ? ആളില്ല. എന്നാൽ പിന്നെ നീ അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവിടെ കയറി ഇരിക്കടി. പിന്നീട് ഈ മുള്ളിയും മുള്ളും പുറത്ത് മീനൊക്കെ ഞാൻ ആദ്യമായിട്ടാണോ ആ സാധനം കേട്ടോ. ഇതിൽ ചെമ്പല്ലി അല്ല, ഏതാ കേരള? ആ കേരള അല്ലേ. ചെമ്പല്ലി അപ്പുറം നമുക്ക് നോക്കാം. ചെമ്പല്ലി പറഞ്ഞാൽ നോക്കാം. ഇത് പക്ഷേ അവളെ അവിടെ ഇരുത്തിയേക്കാം. ആ വണ്ടി ഇരുന്ന് ഭയങ്കര ചൂടല്ലേ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണെത്തൂല്ലോ. ഒരു പങ്കെന്നല്ലേ പറഞ്ഞു? ഒരു പങ്കിനുണ്ടോ? ചെമ്പല്ലി, വയല, കോന, 20 പീസ് ഓരോ പീസുണ്ട്. സ്രാവിന്റെ പീസുണ്ട് കേട്ടോ. 120 വില എങ്ങനെയാ? അതിൽ 200, കിളി 130. ഭൂമിയിലുണ്ട് പുള്ളില്ലാത്ത. എത്ര? 320. പിന്നെ ബാക്കി ചെമ്പല്ലി ഉണ്ട് 27 അവരെടുത്ത് പറഞ്ഞത്. മറ്റേ 22 ചെറുത്. 270 കിലോ. അത് നോക്കുക പാപ്പേ. ഓ അത് വേണ്ട, ഇച്ചിരി വലുതാണ്. അത്രയും വലുതോ? അത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചാൽ പോലെ ചെറിയ 5 കിലോ ഉണ്ട്. 5 കിലോ ഉണ്ട്. 5 കിലോ ഉണ്ട്. ആ വേണ്ട ബാബാ. വിവരമില്ലതാ. പിന്നല്ല അതിനകത്ത് പകുതി വേസ്റ്റ് വേണം. ആ ചെറുതും അതൊക്കെ വെട്ടിക്കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. മീൻ വെട്ടുന്ന സ്ഥലങ്ങൾ മൊത്തം. പുറത്ത് കച്ചവടം, ഇവിടെ വെട്ടിക്കൊടുക്കുന്ന സ്ഥലം. വേമ്പനാട്ട് കായൽ. പരുന്തുകൾ വേസ്റ്റ് ചെയ്യാൻ വരുന്നത്. അത് മുഴുവൻ പരുന്തുകളാണ്. ശകലം പോലും വേസ്റ്റ് ഉണ്ടായില്ല.
ഇവിടെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. നമുക്ക് ചെമ്പല്ലി നോക്കാം. പക്ഷെ വലുത് മേടിച്ച് അവർ മേടിച്ചിട്ട് വരട്ടെ. അത് വേണ്ട, അത് വെറുതെ അത് മുഴുവൻ വേസ്റ്റ് പോകും. 5 കിലോ അതിൽ 1 കിലോ വേസ്റ്റ് പോകും. 1 കിലോ അല്ല, അത് കൂടുതൽ പോകും. നെയ്യായിരിക്കും ഭയങ്കര. പിന്നെ അതുപോലെ തന്നെ തലയൊക്കെ വെക്കാൻ അറിയാവുന്നവർ വെക്കണം. നമ്മുടെ വീട്ടിലൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. അത് വീമ്പള്ളാണോ? അതോ? അത് യാത്രാ ബോട്ടല്ലേ, നമ്മൾ ഇവിടുന്ന് പോകണമല്ലേ? അതാണോ അതിൻ്റെ പുറയിലുള്ളത്? അല്ല, അതിൻ്റെ പോണത് ഈ ആദ്യം 2 വെള്ളമുണ്ട്. ഒന്ന് യാത്രാ ബോട്ടാണ് നമ്മൾ അവിടുന്ന് പോണത്. രണ്ടാമത്തെ പുറകിൽ പോകണ കണ്ടോ? 2 എണ്ണം ഉണ്ട്. ഒന്നല്ലേ ഉള്ളൂ? ഇല്ല, 2 എണ്ണം ഉണ്ടോ? അത് എവിടെ 2 എണ്ണം? എന്ത് ഇല്ലേ? അത് 2 എണ്ണം ഇങ്ങനെ ഒരേ സ്പീഡിൽ പോണേ. ഇത് നോക്കി അത് ഒറ്റ ഒരെണ്ണം. അത് അപ്പോൾ അത് മീൻപിടുത്തം ബോട്ടായിരിക്കും. 2 എണ്ണം മറ്റേ ആ കൊക്ക് പോലത്തെ സാധനം ഫ്രണ്ടിലുണ്ടെന്നോ? അത് യാത്രാ ബോട്ടൊന്നും അല്ലത്. അത് യാത്രാ ബോട്ടല്ല. ഞാൻ വെച്ചാൽ ആ ചെറുത് പറഞ്ഞ താഴത്തെ രണ്ടാമത്തെ സെക്ഷൻ പോലെ കണ്ടില്ലേ? ഇത് കണ്ടില്ല അവിടെ വരുന്നുണ്ടോ കേട്ടോ? എവിടെ? അതോ? അല്ലെന്നേ എടാ, അത് ഇത്രയും വലിപ്പമല്ലേ ഇതിനേ ഉള്ളൂ. നോക്കി. പക്ഷെ ഇത് ഞാൻ ചോദിക്കട്ടെ, 2 ബോട്ട് ഒന്നിച്ച് പോകത്തില്ലല്ലേ? ഇവിടെ ഇന്ന് കല്യാമുട്ടി പറഞ്ഞു. ഞാൻ കല്യാമുട്ടി കണ്ടിട്ടുള്ള ഇത്ര ഉള്ള സാധനം തോട്ടിലുള്ളതല്ലേ? ഇത്ര വലുത്. ഇവിടെ വന്നാൽ പല അത്ഭുതങ്ങളും കാണാം. പക്ഷെ നമ്മൾ രാവിലെ വരണമായിരുന്നു. പരുന്താണോ ഇത്? ഇതെല്ലാം പരുന്ന് അവിടെ ഉണ്ട്. അത് പരുന്നാണോ? വെള്ളം കഴുത്ത് വെള്ളം. അതേ അമ്മ വേസ്റ്റ് ചെയ്യാൻ വരുന്നത് എന്തുമാത്രം ഉണ്ടെന്ന് പോയി. ഇങ്ങോട്ടോ എടി, ഇവിടെ വന്നിരുന്നു. ഇവിടെ ഇരുന്നു. അവിടെ വെയിലില്ല. ഇല്ല ഇവിടെ ഇല്ല. ഇവിടെ നിന്ന് ആറ്റത്തിരുന്നു. വേണമായിരിക്കും. ഓ, എനിക്ക് സ്ലോ മോഷൻ എടുക്കണമെന്നില്ല. പക്ഷെ എല്ലാം ചെറുതാക്കി. അവൻ എഴുന്നേറ്റ് കിടക്കണം അല്ലല്ലോ? അതിലെ കരിമീൻ വേണോ? ഉണ്ട്, വലുതുണ്ട്. അവനിങ്ങോട്ട് വരുന്നോടെ തിരിച്ച് കേരള കരിമീൻ, കരിമീൻ ഓലക്കുടി, ചിറകി തിരണ്ടി. ടൗണിൽ നിന്ന് ചില്ലറാക്കി കൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഒരു കിളി ഇവിടെ കിടക്കുന്നുണ്ട്. ചേച്ചി പോയാ? ചേച്ചി വാങ്ങോ? കേരള കരിമീനുണ്ട്, കരിമീനുണ്ട്. കരിമീൻ ഓലക്കൊടി, ചിറകി തിരണ്ടി, ചെമ്പല്ലി, അയലുണ്ട്. വായിച്ചി ചേട്ടൻ ഫേമസ് ആക്കി തരാം. ചേച്ചി ഇതേ അയലുണ്ട്, പറ്റ അയല. ഓലക്കൊടി, ചിറകി തിരണ്ടിയുണ്ട്. കരിമീനുണ്ട്, കരിമീൻ. ഈ അയല ശരിക്കും കടലിലെ മീനില്ലേ? ഇതിപ്പോൾ എവിടുന്ന് വരുന്ന ഈ സാധനമൊക്കെ? മുനമ്പത്തുനിന്ന് കൊണ്ടിരുന്നല്ലേ? ഇത് ബോട്ടയിലാണോ കൊണ്ടിരുന്നത്? ബോട്ടയിലാണോ കൊണ്ടിരുന്നത്? അല്ല, വണ്ടിക്ക് കൊണ്ടുവരും അല്ലേ? നമ്മൾ മറ്റേ സാധനം മേടിച്ചില്ലേ? അതിന്റെ പൈസ കൊടുത്തോ? അത് കൊടുത്തല്ലോ, ടോണി കൊടുത്തല്ലോ. ചെമ്പല്ലിയുടെ. അത് ഞാൻ മറ്റേ അതല്ല, ഇത് ഒരു കൂടും കൂടെ അതാ പിന്നെ കൂടിനകത്ത്. നീ ഇവര് എഴുതട്ടോ. ഫുൾ മീൻ പരുന്നെ കാണിച്ചാ. നീ വേണ്ട. അമ്മച്ചിയുടെ അടുത്ത് ഗൂഗിൾ പേ അല്ലേ? ആളെ കിളി മേടിക്കാറ്. സത്യം എനിക്കും കിളി മേടിക്കണം ആഗ്രഹമുണ്ട്. ഓക്കെ അല്ലേ ചേച്ചി? ഓക്കെ. ചേച്ചിയുടെ കിളി മുഴുവൻ ഞങ്ങൾ കൊണ്ടുപോയി കേട്ടോ. ഇത് തീരെ ചെറിയ ചെമ്മീനാണ്. ഇത് ഞങ്ങൾക്ക് വണ്ടിക്ക് പാർക്ക് ചെയ്യണ്ടേക്കോ അവിടെ കൊടുക്കണം. അല്ലെങ്കിൽ പുള്ളി ചില്ലറ കൊടുത്തില്ലേ സമ്മതിക്കല. അതുകൊണ്ടാട്ടോ. 200 രൂപ കോൺട്രാക്ട് കൊടുക്കുക. അതെ, നമുക്ക് ചില്ലറായിട്ട് വന്നാൽ മതി.
ഇതേട്ടാ നമ്മുടെ QR കോഡ് ഇതല്ലേ? അപ്പോൾ വളരെ ഉപകാരം കേട്ടോ ചേട്ടനെ കണ്ടത്. ഒരു മനസ്സും കിട്ടുമല്ലോ. പക്ഷെ നമ്മുടെ നാട്ടുകാരല്ല, അവരും തരാതിരിക്കല്ലോ. നല്ല വെയിലല്ലേ. അപ്പോൾ ഇതുമാത്രം ഇതാണ് അടുക്കി വെച്ചേക്കണം മീനിൻ്റെ. പക്ഷെ ഇത് ലീക്കാവും. നമുക്ക് മറ്റേ കൂട്ട് സാധനം വേണ്ട, രഞ്ജിത്തിൻ്റെ ഇരിക്കണ കൂട്ട് സാധനം. ഞാൻ പറഞ്ഞില്ലേ മുനമ്പത്തുനിന്ന് മഞ്ഞ ഓഫാക്കി വെച്ചോ. ഇവിടുത്തെ ഷോ കഴിഞ്ഞു. നിങ്ങളോർത്ത വലിയ ചെമ്പല്ലി മാത്രം ഉള്ളതാണ്. അതെ, ഞാൻ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ആദ്യമേ നോക്കിയായിരുന്നു ആ സാധനം. പക്ഷെ അത് നമുക്ക് നല്ലതാ. എന്നാ അറിയോ, 2 എണ്ണം കിട്ടുകയും ചെയ്തു. അതെ അതെ, അത് കറക്റ്റ് സൈസാണ്. അത് വെട്ടം കൊടുക്കും. വെട്ടം കൊടുത്തിട്ടുണ്ട്. ആ എനിക്ക് പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ല. ഇതും നീ വെട്ടിക്കണം. ചേച്ചിയുടെ 40 എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നു. ഇവിടെ മുഴുവൻ വെട്ടുന്ന സ്ഥലമാണ്. അല്ല, ഈ കൗണ്ടർ മുഴുവൻ വെട്ടുന്ന മാത്രം സ്ഥലങ്ങളാണ്. ചെമ്പല്ലിട്ട് പോലെ അത് വരുന്നതായിരിക്കും. ഇറക്കുമല്ലേ ഇങ്ങനെ? അല്ല, കയറ്റുക വെട്ടി. ഭയങ്കര സന്തോഷം. ഞാൻ തന്നെ 1600 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 10 രൂപയ്ക്ക് മേടിച്ചു. ഞങ്ങൾ 200 രൂപയ്ക്ക്. 200 അതെ, മൊത്തം 400. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റന്മാരൊന്നും മേടിച്ച എത്ര രൂപയ്ക്ക് നാളെ അത് ശരിയാ. അത് 2000 രൂപ. നിന്റെ പുറകെ നീ കേട്ടില്ല? നീ വരുന്ന എൻ്റെ കൂടെ. നീ മൈൻഡ് ചെയ്യാതെ പോയി. ഞാൻ മീൻ മേടിക്കണ തിരക്കിലായിരുന്നു. ഇനിക്കൂടെ നമുക്ക് ചെമ്പല്ലി ഗ്രില്ലടിക്കാറാണ്. ഉണ്ണി ഗ്രില്ലടിച്ചു തരാം കേട്ടോ. ഉണ്ണി ഞാൻ പിണങ്ങല്ലാണ് കേട്ടോ. ഞാൻ എൻ്റെ കൈയൊന്ന് നിവർത്തട്ടെ. ഇടയ്ക്കൊന്ന് പിടിച്ചടാ. ചേച്ചി ചോദിക്കാതെ ഉടുപ്പ് ഇട്ടിട്ട് കൊച്ചിന് മീനിന്റെ മണം ആക്കുവാണോ? ഞാൻ വന്ന് ചൂടാണ്. എടാ, ഇവർ ഇതൊന്ന് പിടിക്കോടാ. ഓണാ. കമ്പിയുടെ അടിയിലേക്ക് വന്നിരിക്കില്ല കേട്ടോ. കാക്ക വന്നു തരും. എന്തായാലും മീനിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആ ടോണിച്ചേട്ടൻ അങ്ങനെ ആവുന്നോണ്ടാണല്ലോ. ഇപ്പഴേ കൗണ്ടിങ് തുടങ്ങി. 10-20 വർഷം കൂടെ ഉള്ളതല്ലേ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാം ഉണ്ട്. ഇതൊന്നും മമ്മീനെയൊക്കെ ഉണ്ട് കയറ്റിക്കുന്നത്. ഇത് കട്ടിയല്ല. ടോണിയുടെ യഥാർത്ഥ ഈവിൾ സ്വഭാവം ഇപ്പോഴാണ് വെളിയുന്നത്. ആയിക്കോട്ടെ. നിനക്ക് ചോളം മേടിക്കാനെ കൊണ്ട് എന്തായാലും കനൽ കുറേ നേരം ഉണ്ടാവും. വെള്ളം ഒഴിച്ച് കിടത്തേണ്ട പനീറാ ബില്ലടിക്കാൻ. അല്ല വേണ്ടല്ലേ, പറ്റുന്ന അന്ന് നമുക്ക് അത് മേടിക്കാം. കോൺ മേടിക്കാം. കോൺ മസാല പോട്ട് ക്യാപ്സിക്കം മറ്റേ കിഴങ്ങ് അങ്ങനത്തെ സാധനം എല്ലാം വെച്ചിട്ട് നമുക്ക് സ്ക്യൂവേഴ്സിനകത്ത് വെച്ച് പൊളിക്കാം. എനിക്ക് കാറടിക്കാൻ അറിയായിരുന്നു, ഞാൻ എടുത്തോണ്ട് പോകാൻ ഇവരെ പുറയിലിട്ടിട്ട്. ഇന്ന് വന്നിട്ട് തന്നെ
എത്ര തന്നെ ഫോൺ എടുക്കുന്നറിയാമോ ഞാൻ നീ രാവിലെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ എണീറ്റില്ല. ഇന്നലെ പ്രത്യേകം പറഞ്ഞു 11 മണിക്ക് 10 മണിക്ക് വന്നതാ പറഞ്ഞു. എടാ ഞാൻ വരാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഞങ്ങളെ വിളിച്ച് എണീപ്പിക്കാൻ വേണ്ടിയാ. കാരണം ഞാൻ എണീക്കരുത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് നിന്നോട് നേരത്തെ വരാൻ പറഞ്ഞത്. എബിനെ വിളിച്ചു അവര് കൊടുക്കുന്നു. ഞാൻ ഗേറ്റ് തുറന്നിട്ടില്ല. എനിക്ക് വണ്ടി അവിടെ വെച്ചിട്ട് ഗേറ്റ് തുറക്കാൻ പറ്റിയില്ല. ആക്റ്റീവ് ആണെ പോലും മറിച്ചിട്ടില്ല. ഇവളും പപ്പയും രാവിലെ എഴുന്നേക്കുന്നതല്ലേ, അതുകൊണ്ട് ഇവരെ ആരെങ്കിലും വിളിച്ചാൽ മതി. ഇവരാ ബാക്കിയല്ലേ എഴുന്നേപ്പിക്കുന്നില്ലേ? അന്ന് ഞാൻ ആദ്യം എണീറ്റോ 9 ഞാൻ നോക്കിയിട്ട് ആരും കാണാനില്ല. പിന്നെ കുറെ നേരം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പൊ വന്നു. പടച്ചറമ്പ ഇതിലെ വലിയ വഴി ഇറങ്ങി. ഇതിലേക്ക് മടിയില്ല, നമുക്ക് അതിലേ നോക്കാം. അതിലേ പോകാൻ പറ്റിയല്ല. അത് നോക്കാം. അല്ല എന്തായാലും ഇത്ര ആയില്ലേ. ആ ചേച്ചി വഴി പറഞ്ഞാന്നല്ല, അത് പറഞ്ഞാൽ സ്ഥിതിക്ക് എന്തായാലും വഴി ഇല്ലായിരിക്കാൻ വഴിയില്ല. അവിടെ ഇല്ല വഴി. ഓ ഇതാണോ വഴി? ഇല്ലടാ. നീ അവിടെ നിന്നോട്ടോ, ഞാൻ പോയിട്ട് വരാം. ശകലം. ഓഹോ നടന്നു വരാൻ വഴിയൊന്നുമില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതേ ഒരു ബെഡാലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പോയേക്കാം, ഇതിന് മാത്രം കാണാനൊന്നുമില്ല. നിന്നോട് നിന്നെ ഞാൻ വിളിച്ചല്ലേ പോരുന്നുണ്ടോന്ന് ചോദിച്ചു. നീ വന്നില്ലല്ലോ. നീ പറഞ്ഞ നന്നായി. അവിടെ നടക്കാനൊന്നും വഴിയൊന്നുമില്ല. ഞങ്ങൾ വഴി ഉണ്ടാക്കി പോയാ. ഞാൻ അപ്പുറത്ത് ഒരു ചെറിയ ഷൂട്ടിങ്ങിന് പോയതാ, പക്ഷെ വഴിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കടയുടെ സൈഡിൽ കൂടെ പോയാൽ കടയുടെ സൈഡിൽ പോയാൽ അവിടെ വഴിയില്ലായിരുന്നു. നമ്മുടെ ഇതും കൂടെ അല്ലേ ഉള്ളു. നമ്മുടെ ചെമ്പല്ലി വെട്ടി കിട്ടിയായിരുന്നോ? ചെമ്പല്ലി അത് മറ്റേ ചെറുതാക്കിയാണോ വെട്ടിയത്? നീ എവിടെയായിരുന്നു? ഒന്നുമില്ല. ചെമ്പല്ലി അത് ഞാൻ പറഞ്ഞില്ല ഒഴി വരും. ഞാൻ പറയാം. അല്ല കോല അടിച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് കോല അടിക്കാൻ പറ്റിയത്. നമുക്ക് മസാല കൂട്ടിട്ട് പീസാക്കി വെക്കാം. അവന്മാര് മൊത്തം പീസാക്കി കളഞ്ഞു. ഗ്രില്ലടിക്കാൻ പറഞ്ഞാണ്. നമുക്ക് ഫോൺ അടിക്ക് നോക്കാം. എന്റെ വണ്ടി വീട്ടിൽ ഇരിക്കുമല്ലേ. എന്തായാലും ചെമ്പല്ലി മേടിച്ചത് വെറുതെ ആയി. ഞങ്ങൾ ഫുൾ മീൻ ഗ്രില്ലടിക്കാൻ വേണ്ടി ഉള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ ടോണി സാധാരണ അതുകൊണ്ട് പീസാക്കി ചേച്ചിമാരുടെ അടുത്ത് നിന്ന് മുറിപ്പിച്ച് മേടിച്ച്. കുഴപ്പമില്ല, ഇനി പീസ് ഞങ്ങൾ ചേർത്ത് വെച്ച് ഫുൾ മീനാക്കി ഞങ്ങൾ വീഡിയോ പിടിക്കും. ഇതിലേ പൊടിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ കോലത്തും കൂടെ വിസിറ്റായിരുന്നു. നല്ല ശരിക്കും രാവിലെ വന്ന് ഇവിടെ സ്ഥിരം വന്ന് മേടിക്കുന്ന ചില ആൾക്കാരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ. അവരുടെ കൂട്ടത്തിൽ വന്നാലേ ഉള്ളൂ ഇതിൻ്റെ ശരിക്കുള്ള നാക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഒന്ന് രാവിലെ വരണം, എന്നാലും ഇഷ്ടംപോലെ വെറൈറ്റീസ് ആണല്ലോ. അല്ല രണ്ട് പിന്നെ അത് പേശി മേടിക്കണം. പേശ നമുക്ക് അറിയത്തില്ല. രാവിലെ വരുന്ന ടീംസിൻ്റെ അടുത്ത് നമ്മൾ വില പറഞ്ഞ് ഞങ്ങൾ ലോല മേടിക്കണം. അതെ അവരുടെ വാക്കുകളിൽ
ഞങ്ങളെല്ലാവരും പറ്റിക്കും. ആ എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് നമുക്ക് കിട്ടി. പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ടീംസും ഇവിടെ വന്നിട്ടാണ് രാവിലെ മീൻ എടുത്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് അവരുടെ മാർജിനോട് ഇടുമ്പോഴത്തേക്കും അത് കുറച്ച് ചെയ്യുന്ന എന്തായാലും ലാഭമായിരിക്കുമല്ലോ. അപ്പം ബൈ. ഇതാണ് കോലോത്തുംകുളം. ഇവിടുത്തെ പേൻ പാർക്കിലാണ് നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടുകാരനാണ്. പേൻ പാർക്ക് ഇതാണ് നടക്കണം നമ്മുടെ വണ്ടി. ചേട്ടാ അല്ല ചേട്ടാ ഇവിടെ ഇട്ടേക്കുവാണേ, ഇത് പൈസ ഇടുവാണേ. ആ ആരും ചാമ്പിയല്ല, ആവശ്യമില്ല, ഒന്നും ഇട്ടിട്ടില്ലല്ലോ. 20 രൂപയുടെ ചില്ലറ ആരും ഒന്നും ഇട്ടിട്ടില്ല അല്ലേ? അതെ നിൽക്കണം, തുറന്നു തരാം. നമ്മൾ ബക്കറ്റ് മേടിച്ചില്ലല്ലോ. ചാക്കുണ്ടല്ലോ. ആ ചാക്കുണ്ട്. അതെ ഗ്ലാസ്സൊക്കെ ഒന്ന് കാത്തിട്ട് നല്ല ചൂടായിരിക്കും. ഞാൻ താത്ത ആ പോണ വഴിക്ക് കുടിക്കാം. നമുക്ക് കഴിച്ചിട്ടൊക്കെ പോവാം. ആ അത് കട ചെന്നിട്ട് കൈ ഇടാലോ. അത് കുറച്ച് നേരം തുറന്നു നടക്കണം. ആണല്ലേ? ഓക്കെ ഫെയിൻറ്റാ. റോഡിന്റെ നടുക്കണം. ആ ഇത് വേറെ വഴിയല്ല, വേറെ വഴിയല്ലല്ലോ. റാസ കിച്ചൺ. ആ വാ കയറി ഇത്. അവിടെ ഇരിക്കും. ഒരു കസേര നിങ്ങളെടുത്ത് ഇങ്ങോട്ട് ചേർത്തിട്ടാണ്. ആ ഒരു കസേര ഇങ്ങനെ ചേർത്തിട്ടാൽ മതി. ഇനി ആ എന്നാൽ അവിടെ ഇരിക്കും. ആ അവിടെ ഒരെണ്ണം ഇടാന്നേ. അത് കുഴപ്പമില്ല. എന്നാൽ പോയി കഴിയിരിക്കാം. അപ്പുറത്തില്ലേ നല്ല അവർക്ക് നടക്കാൻ പറ്റുള്ളൂ. ആ അല്ല നീ പറഞ്ഞിട്ട് പോവാം, ആ ഗ്യാപ്പിൽ പോവാം. എന്നാ ചേച്ചോളെ? വെജ് ബിരിയാണി. വെജ് ബിരിയാണി ഒരു വെജ് ബിരിയാണി നമുക്ക്. നിങ്ങൾ പറ. കുഴിമന്തി വേണം? വേണ്ട അൽഫാം. അൽഫാം ഉണ്ടോ? എനിക്കൊരു ചിക്കൻ ബിരിയാണി. ആ ഇവിടെ വെജ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇവർക്ക് ആ ആഫം. പിന്നെ വേറെ എന്തെങ്കിലും കൂടെ പറഞ്ഞോ? എല്ലാവർക്കും പ്രശ്നമായി. ആ ഒരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ ഹാഫ് മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 2 ബിരിയാണി ഉണ്ടല്ലോ, എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് പറയാം.
ഉണ്ണി അയ്യോ ഇവനോട് ചോദിച്ചില്ല. ഇവരെന്നാ വേണം ചോദിച്ചാൽ ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? ഇവിടെ ഐസ്ക്രീം ഉണ്ടോ അവിടെ? ഐസ്ക്രീം ഉണ്ടോ? ഉണ്ടോ? ഒരു ഇല്ലല്ലേ? അയ്യോ ഉണ്ണി ഇല്ലടാ. ഉണ്ടെന്നാണോ പറഞ്ഞത്? ആശാല്ല അതാണ് കൊള്ളാമല്ല. ഉണ്ണി ബിരിയാണി ഉണ്ണി ബിരിയാണി പിന്നെ ഇതിൽ കഴിക്കാനുണ്ടോന്ന് വെച്ചോണ്ടായി കരയുന്നത്. ഓ ഓ നിന്റെ പേപ്പാജി ഉണ്ട്. പേപ്പാജി എനിക്ക് തോന്നിയായിരുന്നു അത് വഴിക്കാൻ തോണി പോയി ഐസ്ക്രീം മേടിച്ചെന്നാണ്. ഇവിടെ ഐസ്ക്രീം ഇല്ലയെന്ന് പറഞ്ഞു. നീ അത് പ്രതീക്ഷിച്ചിരിക്കണ്ടോ? അല്ല നമുക്ക് ഷെയർ ചെയ്യാം. നിൻ്റെ പകുതി അൽഫാം എനിക്ക്. അതിനാകെ 2 അൽഫാം 2 പീസേ ഉള്ളൂ. അതിനിവിടെ അടിയാ. ഞാനാ പറഞ്ഞേ ഹാഫ് ഞാനാ പറഞ്ഞത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിപ്പോഴും ആലോചിച്ചത് എത്ര പീസുണ്ട്. അല്ല അവനോട് പറയാം. അതെ ഐസ്ക്രീം എത്ര വേഗം അലക്കൊണ്ടിരിക്കുമല്ലേ. അത് പക്ഷേ എന്താ സാധനം അറിയാമോ? മറ്റേ ഇതാ പൗഡർ. വെള്ളം പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണം കഴിക്കാൻ പണമില്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് അല്ല ക്യാഷിനോട് പറഞ്ഞിട്ട് പൊക്കോളാം. പണമുണ്ടോ? ഗൂഗിൾ പേ കഴിച്ചിട്ട് പോവാം. അത് കൊള്ളാലോ. ഗൂഗിൾ പേ അടിച്ച് തലതിരിക്കും. അല്ല ഈ സെറ്റപ്പിലൊക്കെ ടോണി ബ്രോ എന്താണ് ആ ഒരു ഇനിഷ്യേറ്റീവിനെ പറ്റി എന്താ അഭിപ്രായം? വളരെ നല്ല കാര്യമാണ്. നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവൻ പിന്നെ ഈ ഇത് പിന്നെ പാവപ്പെട്ടവനൊന്നുമില്ല. ഒരു വിരലില്ലാത്തവനാണ്. സീനൊന്നുമില്ല. പുള്ളി മോനോട് നിൽക്കാനൊക്കെ ഒന്നുമില്ല. നിങ്ങളുടെ മാത്രമേ കൊള്ളുള്ളൂ. ശംശേസുടെ ശുദ്ധ പാനിയാണ്. നിനക്കെന്താ പറയാനുള്ളത് ഒരു ഐസ്ക്രീമിനെ പറ്റി? 2 വാക്ക്. സ്വപ്നം കാണും. ഉറക്കം മതിയായിട്ടില്ല. ഞാൻ ഒരു ഉറക്കം ഹായ് പറ. സോറി പിടിവലി എന്ന് പറഞ്ഞ ആ പിടിവലി. എനിക്ക് ഈ മണക്കൂസൊന്നും വേണ്ട. ചിക്കൻ ബിരിയാണി അൽഫാം ഇവിടെ അല്ല. നല്ല പീസ് വരുന്നുണ്ടോ? നിങ്ങൾ കഴിച്ചോ? ആ ഞാൻ കഴിച്ചോ. ആ വെള്ളം ഞാൻ കഴിച്ചോ. പിന്നെ മൈലേജ് ഡീസൽ ഇതിൻ്റെ അകത്ത് ടോണി എക്സ്ട്രാ ഒരു ബിരിയാണി കൂടെ മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 കഷ്ണമുണ്ട്. ഇത്രയും നേരം കഷ്ണം ഈ കോഴി കഴിച്ചുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് അവൻ എന്നോട് പറയുകയാണ് എൻ്റെ പാത്രത്തിൽ കിടക്കണ കോഴി എടുത്ത് ആരോമലിന് കൊടുക്കാൻ. കഴിച്ചുകൊണ്ടിരിക്കണം എന്നോട്. അവൻ ഓൾറെഡി ഒരു അൽഫാം ക്വാർട്ടർ തിന്നതാണ്. ഉമ്മാരെല്ലാം നിന്നതാണ്.
എന്നിട്ട് പുതിയ ബിരിയാണി മേടിച്ച് ഞാൻ 2 പീസ് കൊടുക്കും. ഞാൻ ബീഫ് എല്ലാരും കഴിച്ചില്ല ചിക്കൻ. ഞാൻ ലാസ്റ്റ് പീസ് ഇല്ലാതെ സെറ്റ് ചെയ്തു എന്നാ എന്നിട്ട് പറയാണ് എൻ്റെ എൻ്റെ ഈ ചിക്കൻ പീസ് ഞാൻ അവസാനം തിന്നാൻ വെച്ചിരുന്ന ഈ നല്ല പീസ് എടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പം പറയാണ് തീറ്റയോട് ഇത്ര ആർത്തിയുള്ളൊരു മനുഷ്യൻ എൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൽ കണ്ടിട്ടുണ്ട്. അവൻ്റെ സ്വന്തം പ്ലേറ്റിലുള്ള ചിക്കൻ നിറഞ്ഞിരിക്കുക മാത്രം എന്നിട്ട് അത് കുടിക്കുകയല്ല. അതാണ് സ്നേഹം. തിന്നെ നീ ആരും ചോദിക്കുന്നുണ്ടോ? എടുത്ത് കഴിച്ചോ. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ഇത്ര ആക്രാന്തം വേറെ ആരിലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും ആദ്യം തന്നെ അവൻ വിളമ്പി കൊടുക്കും. കാരണം എല്ലാവർക്കും തിരിച്ച് വിളമ്പി കഴിഞ്ഞാൽ ലാസ്റ്റ് പാത്രത്തിൽ കൂടുതൽ കാണില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് പ്ലേറ്റിനകത്ത് ചട്ടി അല്ലെങ്കിൽ അവൻ തിന്നേനെ. മീനിന്റെ സ്മെല്ലായില്ലടാ വണ്ടിക്ക്. അത് നമുക്ക് രഞ്ജിത്തിന്റെ കയ്യിലുള്ള പോലത്തെ മറ്റേ ബോക്സ് മേടിക്കണം. ഫുഡ് കൊള്ളാമായിരുന്നു. ടോണി എത്ര രൂപ ടിപ്പ് കൊടുത്തടാ? 50 രൂപ. അത് കുറഞ്ഞു പോയല്ലോ. സാധാരണഗതിയിൽ നീ 50 രൂപ പെമ്പിള്ളേരെ കാണിപ്പിച്ച് കൂലി കൊടുക്കണമായിരുന്നല്ലോ. എന്നാ പോയേക്കാം. ഉണ്ണി പോടാ. ഉണ്ണി കറങ്ങി എന്നാ ബെൽറ്റിട്ടോ തരാം എന്നാ കടക്കാരൻ എടുത്തിട്ട് അടിക്കും. എടുത്തോ. നീ എടുത്തോ. എന്റെ ബാഗ് പൊട്ടി. അതൊക്കെ പുള്ളിക്ക് തന്നെ പോവും. നീ കാരണം എന്റെ ബാഗ് പൊട്ടി. അപ്പോ ഓക്കെ ഇട്ടോ ബെൽറ്റ്. അവന്റെ കണ്ണുനീരിങ്ങ് ഒഴുകി വന്നു. ഇതാണ് തലയാറപ്പുറമ്പ്. ഓക്കെ ഞങ്ങള് അവിടെ കണ്ടു. വിടുകയാണ്. നമ്മള് ടിഷ്യൂ എടുത്തിട്ട് അവനത് കണ്ടു. ഓക്കെ ബൈ. സോറി.